ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 142. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളിൽ 55. ഈ തിരുവചന ജപമാല അല്ലെങ്കിൽ തെയോത്തോക്കസിൻ്റെ വചനക്കൊന്ത എന്ന് പറയുന്ന അതിൽ മറിയത്തെക്കുറിച്ചുള്ള മരിയ സ്തുതികളിൽ വാഴ്ത്തുമൊഴി, ഈ ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിൽ 52ാമത്തെ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ക്വീൻ ഓഫ് ദ ഹോളി റോസറി, റെജീന സാക്രത്തിസീമ റൊസാരിയി. റെജീന സാക്രത്തിസീമ റൊസാരിയി. നമുക്ക് പെട്ടെന്ന് ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ചന്ദ്രനിലേക്ക് പോകുന്നു, ചന്ദ്രയാൻ, ഇന്ത്യ ചന്ദ്രനിലേക്ക് പോകുന്നു, റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ചൊവ്വയിലേക്ക് പോകുന്നു, ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് റോക്കറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്നത് റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും സ്വർഗം ഒരു ഗ്രഹമൊന്നുമല്ല, നക്ഷത്രമൊന്നുമല്ല, എങ്കിൽ പോലും ഒരു ദൈവത്തിൻ്റെ ഇടം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇടത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടമായ ഭൂമിയിലേക്ക് വരുന്നു. അതെങ്ങനെ വരിക? ഏത് റോക്കറ്റ് ഉപയോഗിക്കുക? യേശുക്രിസ്തു ഒരു ഗോവണിയെ കുറിച്ച് പറയുന്നുണ്ട്. ഗോവണി എന്താണ്? ഗോവണി സ്വർഗത്തെയും ഭൂമിയും കൂട്ടിയിണക്കുന്ന ഗോവണി. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. നഥാനേലിനുള്ള സംഭാഷണ സമാപനത്തിൽ നിങ്ങൾ ബഹുവചന രൂപത്തിൽ കർത്താവ് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. യോഹന്നാൻ 1:51. വാസ്തവത്തിൽ ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് കണ്ട ഒരു സ്വപ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് സംസാരിക്കണേ. ഇത് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 28:12. അപ്പോൾ യാക്കോബ് കണ്ട ആ ഗോവണി സ്വർഗത്തിൻ്റെ അറ്റം വരെ, അല്ലേ, ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഗോവണി അതിൻ്റെ അറ്റം സ്വർഗത്തോളം എത്തിയിരുന്നു. സ്വപ്നത്തിലാണ്. ദൈവത്തിൻ്റെ മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായത് തന്നിലാണ് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. മനുഷ്യപുത്രൻ എന്നതിന് ഹീബ്രുവിൽ മനുഷ്യൻ്റെ മകൻ എന്ന് വെച്ചാൽ തീർത്തും മനുഷ്യൻ, പൂർണ്ണമായും മനുഷ്യൻ എന്നർത്ഥം. പക്ഷേ ഈ മനുഷ്യപുത്രൻ എവിടെയാണ്? ദാനിയേൽ കണ്ടത് സ്വർഗത്തിലാണ്. ദാനിയേൽ 7ാമത്തെ അധ്യായം. അപ്പോൾ സ്വർഗത്തിലാണ്, പക്ഷെ മനുഷ്യനാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ദൈവവും മനുഷ്യനുമായ ഒരാൾ, സ്വർഗത്തിലും ഭൂമിയിലും കൂട്ടിമുട്ടി നിൽക്കുന്ന ഒരാൾ. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഭാരതീയ ഭാഷ ഉപയോഗിച്ച് പറയുക, ഈശോ എന്ന മനുഷ്യപുത്രൻ വിശ്വരൂപത്തിൽ ഒരു കാല് ഭൂമിയിലും മറ്റേ കാല് സ്വർഗത്തിലുമാണ്. യേശു വിശ്വരൂപത്തിൽ ഒരു കാല് സ്വർഗത്തിലും മറ്റേ കാല് ഒരു കാല് ഭൂമിയിലും മറ്റേ കാല് സ്വർഗത്തിലുമാണ്. അപ്പം നമ്മൾ കർത്താവിനെ തൊട്ടുകൊണ്ട് നിന്നാൽ നമ്മൾ സ്വർഗത്തെ തൊട്ടുകൊണ്ട് നിൽക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഗോവണി താൻ എന്ന മനുഷ്യപുത്രനാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒറ്റ ഗോവണിയേ ഉള്ളൂ. അത് മാലാഖമാർക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും സ്വർഗത്തിലേക്ക് കയറാനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാനും ഒരൊറ്റ ഗോവണിയേ ഉള്ളൂ. അത് മനുഷ്യപുത്രനാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള റോക്കറ്റ്, സ്വർഗത്തിന് ഭൂമിയിലേക്ക് വരുന്ന റോക്കറ്റ് യേശുക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുക. അതാണ് ഇവിടെ ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. എങ്ങനെയാണ് ഈ മനുഷ്യപുത്രന്റെ ഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞത്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഗോവണി മനുഷ്യപുത്രനാണ്, സമ്മതിച്ചു. പക്ഷേ മനുഷ്യപുത്രന് ഭൂമിയിലേക്ക് വരാൻ മറ്റൊരു ഗോവണി വേണ്ടിയിരുന്നു. അതെന്താണ്? അതാരാണ്? മറിയമാണ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഗബ്രിയേൽ മാലാഖയെ മറിയത്തിന് അടുക്കലേക്ക് അയച്ചത്. എന്തിനാ? മറിയം എന്ന സ്ത്രീയിലൂടെ വേണം സ്വർഗത്തിന് ഭൂമിയിലേക്ക് വരാൻ. മനുഷ്യപുത്രനാണ് സ്വർഗത്തെയും ഭൂമിയും ബന്ധിപ്പിക്കുന്ന ഗോവണി. പക്ഷെ ആ ഗോവണി ഭൂമിയിൽ ഉറപ്പിക്കണമെങ്കിൽ മറിയം എന്നൊരാൾ വേണമായിരുന്നു. ദൈവത്തിന് മനുഷ്യനായി ഭൂമിയിലേക്ക് വരാൻ മറിയം എന്നൊരാളുടെ സമ്മതം വേണമായിരുന്നു. ആ സമ്മതം കിട്ടാൻ വേണ്ടിയാണ് ദൈവം ഗബ്രിയേൽ ദൂതനെ മറിയത്തിൻ്റെ അടുക്കലേക്ക് അയച്ചത്. അങ്ങനെ
മാലാഖ വന്ന് മറിയത്തോട്, ലൂക്കാസിനെ സൂചിപ്പിച്ചിട്ട് 1-ാമത്തെ അധ്യായം 26 മുതൽ 38 വരെ വാക്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ മറിയത്തോട് കാര്യങ്ങൾ പറഞ്ഞു. മറിയം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം മറിയം പറഞ്ഞു, ഫിയാത്ത്, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അങ്ങനെ ആ വാക്ക് കൊടുത്തപ്പോൾ, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന വാക്ക്, ആ അനുസരണം കൊടുത്തപ്പോൾ, ആ അനുസരണം എന്ന കവാടത്തിലൂടെ പരിശുദ്ധ റൂഹ അവരുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അവൾ ദൈവപുത്രന്റെ ഗർഭം ധരിക്കുകയും 10 മാസം ചുമക്കുകയും പിന്നെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണിയായ ക്രിസ്തുവിനെ സ്വർഗത്തെ ഭൂമിയിലേക്ക് വരാനുള്ള ഗോവണിയായി പ്രവർത്തിച്ചത്, നിലകൊണ്ടത് മറിയമാണ്. അതിനാൽ പൗരസ്ത്യ സഭകൾ പറഞ്ഞത് ദൈവം ഇറങ്ങി വന്ന സ്വർഗീയ ഗോവണിയെ ആനന്ദിച്ചാലും എന്നാണ്. ദൈവം ഇറങ്ങി വന്ന സ്വർഗീയ ഗോവണിയെ ആനന്ദിച്ചാലും, ഇങ്ങനെയാണ് പൗരസ്ത്യ സഭകൾ പാടിയിരുന്നത്. മറിയത്തിലൂടെ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ഇതുപോലെ മറിയത്തിലൂടെ നമുക്ക് ക്രിസ്തുവിലേക്ക് കയറി ചെന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാം. അങ്ങനെ ഒരു പ്രാർത്ഥനാ സോപാനമായിട്ടാണ് മറിയത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഈ സോപാനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അമ്പലത്തിനൊക്കെ നടക്കിയ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സോപാനം, അവിടെ നിന്നിട്ട് പാട്ട് പാടും, ആ പടികൾ, ഇതുപോലെ പ്രാർത്ഥനയുടെ ഒരു സോപാനം, അങ്ങനെയായിട്ടാണ് മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഗോവണി, അതായത് പ്രാർത്ഥനയുടെ സോപാന പടികൾ, ആ പടികളുടെ ഒരു ജപമാല സോപാന പടികൾ പോലെയാണ് ഈ ജപമാലയുടെ മണികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ജപമാലയുടെ മണികളെ പ്രാർത്ഥനയുടെ സോപാന പടികളായി ചിത്രീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് എണ്ണം പിടിക്കാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ ആ എണ്ണത്തിലൊക്കെയും ദൈവശാസ്ത്രമുണ്ട്. ദൈവത്തിൽ നിന്ന് ഇല്ലേ ഇറങ്ങി വരുന്ന പുത്രനെ അവതരിപ്പിക്കുക, ആ പിതാവെങ്കിൽ കയറിപ്പോകുന്ന സോപാന പടികളായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല്ലേ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക സുകൃതങ്ങൾ, ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം, പിന്നെ ഈ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ 10 എന്ന സംഖ്യ പോലും ഇല്ലേ, 10 ബാധകൾ, 10 അത്ഭുതങ്ങൾ, അങ്ങനെ 10 പ്രമാണങ്ങൾ, അങ്ങനെ 10 റൗണ്ട് സംഖ്യയാണ്. ആ റൗണ്ട് തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ പ്രാർത്ഥനയുടെ സോപാന മണികളായിട്ടാണ്, സോപാന പടികളായിട്ടാണ് കാണുന്നത്. ജപങ്ങളുടെ മാല അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സോപാന പടികൾ, ചവിട്ടുപടികൾ, ആ തരത്തിലാണ് പരിശുദ്ധ ജപമാലയുടെ കാണുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മറിയത്തെ സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കുന്ന ഗോവണിയായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഗോവണിയായിട്ടാണ്. അതിൻ്റെ ഒരു ചിത്രം കൂടിയായിട്ടാണ് ജപമാലയെ കാണുന്നത്. ആ തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൈവപുത്രനെ ഭൂമിയിൽ കൊണ്ടുവന്ന ഗോവണിയാണ് മറിയം. അതിനാൽ കൊന്തയിൽ ഓരോ മണിയും ഈ പ്രാർത്ഥനാ സോപാനത്തിൻ്റെ പടികൾ പോലെയാണ്. നമ്മൾ ചൊല്ലുമ്പോൾ മറിയത്തോടൊപ്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ ഈ സോപാന പടികൾ കയറി ക്രിസ്തുവെന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്കും ക്രിസ്തുവെന്ന ഗോവണിയിലൂടെ താഴോട്ടും വരുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത്. എത്രയോ മനോഹരമായ ഒരു രീതിയാണത്. പിന്നെ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ബിബ്ലിക്കലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിബ്ലിക്കൽ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതും. പരിശുദ്ധ ജപമാലയുടെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെ പൗരസ്ത്യ സഭകൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ്. കൂടുതൽ താല്പര്യമുള്ളവർക്ക് തിരുവചന ജപമാല എന്ന പുസ്തകത്വം വാങ്ങിക്കാം, അതിന് വായിക്കാം, പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ വാഴ്ത്തുമൊഴികളിലൂടെ നമ്മൾ മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമൊഴികളിലൂടെ നമ്മൾ തിരുവചനങ്ങളെ ധ്യാനം തന്നെയാണ് നടത്തുന്നത്. ആ ധ്യാനത്തിലൂടെ നമ്മൾ പ്രാർത്ഥനയുടെ സോപാന പടികൾ കയറി സ്വർഗത്തോളം ചെല്ലുകയും ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് ചെല്ലുകയും സ്വർഗത്തിൽ ഇറങ്ങുകയും ചെയ്യുന്ന തരത്തിലാണ് സഭയിൽ പ്രാർത്ഥന സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും പല പ്രാവശ്യം സംഭവിക്കട്ടെ. ക്രിസ്തുവിനെ തൊട്ടു നിൽക്കുന്ന രീതിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് വിശ്വാസം. ക്രിസ്തുവിനെ എപ്പോഴും തൊട്ടു നിൽക്കുന്ന രീതിയെ ബൈബിൾ വിളിക്കുന്ന രീതിയാണ് വിശ്വാസം. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അങ്ങനെ തൊട്ടു നിൽക്കുന്നവർ മനുഷ്യരെ തൊട്ടു നിൽക്കുന്നതിനെ പറയുന്നതാണ് സ്നേഹം. അപ്പോൾ ഇതെല്ലാം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്ന ഒരു കളരിയാണ്, ഒരു കലാലയമാണ് ഈ ജപമാല എന്ന മറിയത്തിൻ്റെ കലാലയം. അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.